നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒടുവിൽ ബൂമറാങ് പോലെ WCCയുടെ നെഞ്ചത്തേക്കാണ് ഹേമ കമ്മിറ്റിയും അതിൻ്റെ ലൈംഗിക ആരോപണ റിപ്പോർട്ടും ഒക്കെ ചെന്നെത്തുന്നതെന്നാണ് യാഥാർത്ഥ്യം. കാരണം 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ തന്നെ സിനിമയ്ക്ക് അവസരം നൽകാമെന്നതിൻ്റെ പേരിൽ രഞ്ജിത്ത് എന്ന പ്രശസ്തനായ സംവിധായകൻ ബാംഗ്ലൂരിൽ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി. ഫ്രണ്ട് വഴി വരണ്ട, ബാക്ക് വഴി വരാൻ പറഞ്ഞു. ബാക്ക് വാതിൽ വഴി അവിടെ എത്തിയപ്പോൾ തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തൻ്റെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യാനെന്ന രീതിയിൽ വസ്ത്രങ്ങളൊക്കെ അഴിപ്പിച്ചു. അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു. തനിക്ക് അവസരം കിട്ടുമല്ലോ എന്ന് കരുതി, എങ്ങനെയായാലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി അയാൾ അതിനൊക്കെ വിധേയനായി. അവസാനം സിനിമയിൽ അവസരമൊന്നുമില്ല, പൈസ വെച്ച് നീട്ടി. അയാൾ പൈസ വാങ്ങിക്കാതെ പോയി എനിക്കൊരു നടനായാൽ മതി എന്ന് പറഞ്ഞു. രഞ്ജിത്ത് അത് ഉൾക്കൊണ്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു സംഗതി സംഭവിച്ചു. ഈ പയ്യനുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നതിനിടയിൽ അവൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ഒരു സിനിമാ നടിക്ക് അയച്ചു കൊടുത്തു അത്രേ. അതാരാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ, ഈ അഭിനയമോഹമായി പീഡനത്തിന് വിധേയമാകാൻ വന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അത്രേ തൻ്റെ ഗേൾഫ്രണ്ടാണ്. ആരാണ് ഗേൾഫ്രണ്ടെന്ന് ചോദിച്ചപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു രേവതിയാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ബൂമറാങ് പോലെ ഈ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ WCC അഥവാ വിമൻസ് കളക്റ്റീവിൽ ചെന്ന് നിൽക്കുകയാണ്. അവരാണല്ലോ ഈ സിനിമാ രംഗത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയും ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഗവൺമെൻറ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഇപ്പോൾ നേരെ ചെന്ന് നിൽക്കുന്നത് വിമൻസ് കളക്റ്റീവിൻ്റെ സ്ഥാപക അംഗവും നേതാവുമായ രേവതിയിലേട്ടാണ്. കാരണം രേവതിക്കാണ് ആ നഗ്ന ഫോട്ടോ രഞ്ജിത്ത് എടുത്തയച്ചു കൊടുത്തത്. ഇപ്പോൾ പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രതികരിക്കാൻ WCC സ്ഥാപിക്കാനിറങ്ങിയ രേവതി എന്ന സിനിമാ നടി ഒരു പീഡിപ്പിക്കപ്പെട്ട പുരുഷനെ നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തത് കണ്ടു എന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ നീളുകയാണ്. ഇതിനിടയിലേക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിപ്പിക്കാൻ എന്നതുപോലെ യൂട്യൂബർമാർ സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെയൊക്കെ ചേർത്ത് അപസർപ്പക അശ്ലീല കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയണം. കാരണം ആരൊക്കെയാണ് കുറ്റാരോപിതർ, ആരൊക്കെയാണ് നിരപരാധികളെന്ന് ദയവായി തെളിയിക്കണം. എല്ലാവരെയും ആ ഫീൽഡിലുള്ള എല്ലാവരെയും ഒരുപോലെ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തരുത്. അതിൽ ഉൾപ്പെട്ടുള്ള പേരുകൾ പുറത്തു കൊണ്ടുവരണം. കാരണം ഒരുപാട് സാധാരണക്കാരായ നടന്മാരുണ്ട്, ഒരുപാട് കുടുംബവും ഫാമിലിയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്ത് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. അവരെ കൂടി ഇങ്ങനെ അപമാനത്തിൻ്റെ മുൾമുനിൽ നിർത്തരുത്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്ന സംഗതി പുറത്തു വിടണം. ഇനിയിപ്പോൾ WCC അംഗവും സ്ഥാപക അംഗവും ഇപ്പോൾ പുരുഷപീഡനം ആരോപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ പുരുഷന്മാർക്കും ശബ്ദിക്കാൻ അവകാശമുണ്ട്. അവരുടെയും നഗ്നഫോട്ടോ കണ്ടു എങ്കിൽ ആ പരാതിയും പരിഹരിക്കണം. ദയവായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു.